നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പ്രതീക്ഷയിൽ റബ്ബർ കർഷകർ. ആഗോള റബ്ബർ ഉൽപ്പാദകരെ രോമാഞ്ചം കൊള്ളിച്ച് ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ 424 യെന്നിലെ പ്രതിരോധം തകർത്ത് 430 യെൻ വരെ മുന്നേറി. അപ്രതീക്ഷിത കുതിപ്പിനിടയിൽ ഒരു വിഭാഗം ലാഭമെടുപ്പിലേക്ക് ചുവട് മാറ്റുന്നത് സാങ്കേതിക തിരുത്തലിന് ഇടയാക്കാം. അനുകൂല കാലാവസ്ഥയിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറുകിട കർഷകർ റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിച്ചു. റബ്ബറിന് മുന്നേറ്റം. കേരളം ടാപ്പിംഗിലേക്ക്. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗത്ത് കരുത്ത് നിലനിർത്തുന്നു. ഒക്ടോബറിൽ ഉടലെടുത്ത് ബുൾ റാലിയിൽ ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ വില കിലോ 306 യെന്നിൽ നിന്നും ഇതിനകം 430 യെൻ വരെ കയറി. ഇതിനിടയിൽ 340ലെയും 360ലെയും പ്രതിരോധങ്ങൾ വിപണി തകർത്താണ് മികവിലേക്ക് ചുവടുവച്ചത്. 2011 രേഖപ്പെടുത്തിയ തലത്തിലേക്ക് ഉൽപ്പന്ന വില കയറി. ജപ്പാൻ ഒസാക്കയിൽ റബ്ബറിന് കഴിഞ്ഞ വാരം സൂചിപ്പിച്ച കിലോ 424 യെന്നിലെ പ്രതിരോധം തകർത്ത് 430 വരെ സഞ്ചരിച്ചു. വിപണി സാങ്കേതികമായി ഓവർബോട്ട് മേഖലയിൽ പ്രവേശിച്ചതോടെ ഒരു വിഭാഗം ഓപ്പറേറ്റർമാർ ലാഭമെടുപ്പിന് ഉത്സാഹിച്ചത് കണ്ട് ഊഹക്കച്ചവടക്കാർ ഉയർന്ന റേഞ്ചിൽ പുതിയ വിൽപ്പനയ്ക്ക് അവസരം പ്രയോജനപ്പെടുത്തി. വാരാന്ത്യം 413ലെ സപ്പോർട്ട് നിലനിർത്തിയെങ്കിലും ഈ താങ്ങ് കൈമോശം വന്നാൽ 393ലേക്ക് തിരുത്തലിന് ശ്രമം നടത്താം. അതേസമയം ജപ്പാനിൽ റബ്ബർ മുന്നേറിയാൽ 436 യെന്നിൽ പ്രതിരോധമുണ്ട്. കനത്ത മഴയിൽ തായ്ലൻഡിലെ ഒട്ടുമിക്ക റബ്ബർ ഉൽപ്പാദക മേഖലകളിലും ടാപ്പിങ്ങിന് അവസരം ലഭിക്കാതെ കർഷകർ വിട്ടുനിന്നു. കാലാവസ്ഥ തെളിഞ്ഞാൽ ഉൽപ്പാദകർ വീണ്ടും തോട്ടങ്ങളിലേക്ക് തിരിയുമെന്ന് മനസ്സിലാക്കി ഇറക്കുമതി രാജ്യങ്ങൾ പുതിയ കരാറുകൾക്ക് തയ്യാറായില്ല. ഇതിനിടയിൽ ബാങ്കോക്കിൽ റബ്ബർ കിലോ 288 രൂപയിൽ നിന്ന് വാരാന്ത്യം 280ലേക്ക് താഴ്ന്നു. വരണ്ട കാലാവസ്ഥയ്ക്ക് അവധി നൽകി തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരള തീരം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു. നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ മഴമേഘങ്ങളെത്തിയത് കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ പകരുന്നു. സംസ്ഥാനത്തെ കർഷകർ തോട്ടങ്ങളിൽ ആവശ്യമായ വളപ്രയോഗങ്ങൾക്ക് തിരക്കിട്ട നീക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു. അതേസമയം വളങ്ങളുടെ വില മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉയർന്നത് ഉൽപ്പാദകർക്ക് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. ടയർ കമ്പനികൾ 4ാം ഗ്രേഡ് റബ്ബർ വില കിലോ 260 രൂപയിൽ നിന്നും 265 രൂപ വരെ ഉയർത്തിയെങ്കിലും ശനിയാഴ്ച വില 263 രൂപയിലാണ്. ഈ നിരക്കിലും വിൽപ്പനക്കാരില്ലെന്നാണ് വ്യാപാരികളുടെ പക്ഷം. 5ാം ഗ്രേഡ് 255 രൂപയിൽ നിന്നും 259 രൂപയായി. ഒട്ടുപാൽ 160 രൂപയിലും ലാറ്റക്സ് 155 രൂപയിലും സ്റ്റഡിയാണ്. അപ്പോൾ റബ്ബറിന് ഡിമാൻഡ് ഉണ്ടെങ്കിലും വില വീണ്ടും കുതിച്ച് കയറുന്നില്ല. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.